വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം. മൂന്നാറിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കോഴിക്കോട് പുതുപ്പാടി ചീപ്പിലിത്തോടും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തു കബാലി. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനം വകുപ്പിന്റെ തീരുമാനം. ഇന്ന് പുലർച്ചെയാണ് മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലെ ലയങ്ങളോട് ചേർന്ന് പടയപ്പ എത്തിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടാനയെ വനംവകുപ്പ് സംഘമെത്തി തുരത്തി. കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലിത്തോടിറങ്ങിയ കാട്ടാനയും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് വീട്ടിലെ കിണറ്റിൽ കേഴമാനെ കണ്ടെത്തി. മേപ്പാറ സ്വദേശി ഷേർലിയുടെ വീട്ടിലെ കിണറ്റിലാണ് കേഴമാൻ അകപ്പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മാനിനെ രക്ഷപ്പെടുത്തി. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കബാലി എന്ന കാട്ടാന. 1 മണിക്കൂറാണ് ആനമല റോഡിൽ കാട്ടാന പരിഭ്രാന്തി പരത്തിയത്. നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനംവകുപ്പ് ആലോചന. കടുവയുടെ കടിയേറ്റ നിലയിൽ കണ്ടെത്തിയ പുലിയെ ചികിത്സയ്ക്കായി ധോണിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 24 ഇടുക്കി.